Hi friends, here your G Details again with an unboxing video. ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്കാണ് നമ്മൾ ഈ വട്ടം ചെയ്യുന്നത്. OnePlus Nord CE 5G എന്ന ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് രണ്ട് വേരിയൻ്റ് അവൈലബിൾ ആണ്, അക്വാ സർജ് ആൻഡ് ഗ്രേ. ഇതിൽ അക്വാ സർജിൻ്റെ ഷെയ്ഡാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നതാണ്. ഇതിൻ്റെ പാക്കിംഗ് നോക്കിയാൽ തന്നെ നല്ലൊരു പ്രീമിയം പാക്കിംഗ് ആണ്. നോഡ് സീരീസ് ആണ്, മാത്രമല്ല അതുമേ OnePlus എന്നുള്ള എംബ്ലം ഒക്കെ ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇതിൽ രണ്ട് വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്, 12GB ആൻഡ് 8GB. നമ്മൾ എടുത്തിരിക്കുന്നത് 12GB സീരീസ് ആണ്. നല്ല ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ബ്രാൻഡാണ്. ഓക്കെ, ഇതിൻ്റെ പാക്കിങ്ങിൽ പ്രീമിയം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നോഡ് സീരീസിൻ്റെ എംബ്ലം, OnePlusൻ്റെ എംബ്ലം എല്ലാം കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് തുറക്കാനൊരു എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എന്താണ് ഇതിലുള്ള പാക്കിങ്ങിലുള്ള കാര്യങ്ങൾ, എന്താണ് ബാക്കി ഫീച്ചേഴ്സ്, വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. GT Tales. ഓക്കെ, നമ്മളിതിപ്പോൾ അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നോഡിൻ്റെ ആ ഒരു OnePlusൻ്റെ ടോപ്പ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതാ നമുക്കതിൻ്റെ നോഡ്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അക്വാ സർജിൻ്റെ ബാക്ക് പാനലാണ് ഇരിക്കുന്നത്. നല്ല കളറാണല്ലേ. മറ്റേത് ഗ്രേ ഷെയ്ഡാണ്. അക്വാ സർജാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് അത് വാങ്ങി. പിന്നെ നോഡിൻ്റെ തന്നെ ഒരു കാർഡ് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അതിൻ്റെ ക്വിക്ക് ഗൈഡ് ഉണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാനുള്ള ക്വിക്ക് ഗൈഡ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു സ്ക്രീനും കാര്യങ്ങളും ഉണ്ട് നോഡിൻ്റെ തന്നെ. പിന്നെ ഈ ബോക്സിലുള്ളത് റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു മെമ്പർഷിപ്പ് കാർഡാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, റെഡ് കേബിൾ ക്ലബ് കാർഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വെൽക്കം ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു കീ ഉണ്ട്, പിന്നെ സേഫ്റ്റി ഗൈഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഇതൊന്നും മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ആ ഫോണൊന്ന് തുറക്കാം. കുറച്ച് എക്സൈറ്റഡ് ആണ്. ഓക്കെ, നല്ല ആ ഒരു പറഞ്ഞ പോലെ അക്വാ സർജിൻ്റെ നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് കാണാൻ സാധിക്കുന്നുണ്ട്. വൗ, നല്ലൊരു കൂളായിട്ടുള്ള കളറല്ലേ. നോക്കുമ്പോൾ തന്നെ അറിയാം, അത്ര വലിയ ഹാൻഡി ഒന്നുമല്ല, നല്ലൊരു സ്ലിം ആൻഡ് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു അക്വാ സർജിൻ്റെ ആ ഒരു OnePlus എല്ലാ സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡ് വൈസൊക്കെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഒരു സ്ലിം ആൻഡ് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫോണാണല്ലേ. ഓക്കെ, അപ്പോൾ ബാക്കി ഇനി എന്താണ് ഈ പാക്കറ്റിലുള്ളത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അതാ അതിൻ്റെ ചാർജർ. ഓക്കെ, നല്ല ചാർജറുണ്ട്. ചാർജറിൻ്റെ ഇത് 80 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജറാണ്, നല്ല ഫാസ്റ്റ് ചാർജറാണ്. ഓക്കെ, ഇതിൻ്റെ കേബിൾ നോക്കുകയാണെങ്കിൽ ഇതാ നല്ല റെഡ് കളർ, അവരുടെ സിഗ്നേച്ചറായ റെഡ് കളർ കേബിളാണ്. ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്നും കൂടി കിടക്കുകയാണ്. ഈ ഫോണൊന്നും കൂടി നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു ബാക്ക് പാനലും കാര്യങ്ങളും നല്ല അക്വാ സർജ് കളറാണ്. ഒരു ഗ്ലാസ് ആൻഡ് പ്ലാസ്റ്റിക് ഒരു ഫിനിഷിംഗ് ആണ് ഇതിന് കാണുന്നത്. OnePlusൻ്റെ സൈൻ ഉണ്ട്. പവർ ബട്ടണാണ് ഈ കാണുന്നത്. പിന്നെ അവിടെ 2 സ്പീക്കർ ബട്ടൺസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു തിക്നെസ്സൊക്കെ നല്ല സ്ലിം ആണ്. ഓക്കെ, ഇതിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു USB പോർട്ടുണ്ട്, ചാർജിങ് C ടൈപ്പ് ചാർജിങ് പോർട്ട്, പിന്നെ 2 സ്പീക്കേഴ്സ് ഉണ്ട്, പിന്നെ ഒരു സിം ഇജക്ടർ ലോട്ട് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തും ഒരു സ്പീക്കേഴ്സാണ് ഈ കാണുന്നത്. പിന്നെ ഗ്ലാസ് റിമോട്ട് കൺട്രോളിങ് ഫങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ ക്യാമറ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 2 ക്യാമറയുണ്ട്. മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ 50MP സോണി IMX 890 സെൻസറാണ്. പിന്നെ സെക്കൻഡറി ക്യാമറ 2 ഉണ്ട്, 8MP അൾട്രാ വൈഡ് ആൻഡ് 2MP മൈക്രോമാക്സ്. ഓക്കെ, ഇതാണ് 2 ക്യാമറാസ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്ക് പൗച്ച് അത് സെയിം നല്ല അക്വാ സർജ്, നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആ ഒരു ബാക്ക് പാനലും ഫിനിഷിങ്ങും ഒക്കെ നമ്മളൊന്നും കൂടി നോക്കുകയാണ്, പൗച്ചിൻ്റെയും അതിൻ്റെയൊക്കെ. നമുക്കിനി ബൂട്ട് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ഓണാക്കി നോക്കുകയാണ്. പുതിയ ഫോണായതുകൊണ്ട് അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് തന്നെ അത് ബൂട്ടായിട്ടുണ്ട്, ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. ബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു അക്വാ സർജ് വേരിയൻ്റ് ആണ്. ബൂട്ടിങ് ടൈമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ബൂട്ട് ചെയ്ത് ഇത് ഓണായി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ റീജിയൻ സെലക്ട് ചെയ്തു, ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത്
ഇത് ഓൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. നല്ല ഒരു AMOLED ഡിസ്പ്ലേ, ഹൈ റെസൊല്യൂഷൻ HD ഡിസ്പ്ലേ ആണ് കാണുന്നത്. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും ഇതിലില്ല, ഇൻസ്റ്റാൾഡ് അല്ല. നെറ്റ്ഫ്ലിക്സ് മാത്രമാണ് ഇതിൽ ഒരു ആപ്ലിക്കേഷനായിട്ട്, തേർഡ് പാർട്ടി ആപ്ലിക്കേഷനായിട്ട് കാണുന്നത്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബാക്കി ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ടച്ച് സെൻസിറ്റിവിറ്റിയും അതുപോലെ സ്ക്രോളിംഗ് പവറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണ്. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ റിഫ്രഷിംഗ് റേറ്റ് എന്ന് പറയുന്നത് 120 Hz ആണ്. നല്ല ടോപ്പ് ക്വാളിറ്റി തന്നെയാണ് 120 Hz എന്ന് പറയുമ്പോൾ. പിന്നെ നമ്മൾ ഇതൊന്നും കൂടി നോക്കുകയാണെങ്കിൽ ഇതിൽ 2 വേരിയൻ്റ് അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, 8 GB 12 GB. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുകയാണെങ്കിൽ 8 GBക്ക് 26,999 ആണ്. 12 GBക്ക് ആണെങ്കിൽ 28,999. അത് പല കാർഡുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ റിഡക്ഷൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു റേറ്റിൽ ഇത്രയും നല്ല ഒരു ക്വാളിറ്റീസും ഫീച്ചേഴ്സും ഉള്ള ഒരു സ്ലിം ആയിട്ടുള്ള ഈ ഒരു ഫോൺ നല്ല അടിപൊളി ഒരു സെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഇത് സ്ലിം ആയിട്ടുള്ള. ഇനി ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് നോക്കിയാലോ. ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതിനുള്ളത്. പിന്നെ ഞാൻ ഡിവൈസ് നെയിമും കാര്യങ്ങളും ഞാൻ പറഞ്ഞതാണല്ലോ, OnePlus Nord CE 5G. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ ഒരു 250 GB ആണ് പറയുന്നത്. പിന്നെ മോഡലുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ പ്രൊസസ്സർ പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു സ്നാപ്ഡ്രാഗൺ ഒക്ടാ കോർ പ്രൊസസ്സറാണ്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി 5000 mAh ആണ്. പിന്നെ അതിൻ്റെ റാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 12 GB ആണ് അതിൻ്റെ റാമും കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ നല്ലൊരു 16 MP ഫ്രണ്ട് ക്യാമറ, റിയർ ക്യാമറ 50 MP, 8 MP, 2 MP അങ്ങനെയുള്ള ബാക്ക് ക്യാമറാസൊക്കെ ഉള്ള നല്ല ഒരു അടിപൊളി സെറ്റാണ് നമ്മുടെ ഈ ഒരു OnePlus Nord എന്ന് പറയുന്നത്. പിന്നെ കമ്പനി പറയുന്നത് ഇതിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒരു 5 years ഒക്കെ കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ നമ്മളിതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഹാപ്റ്റിക് ടച്ചാണ്, ഒരു നല്ല സ്മൂത്ത് ടച്ച് ആയിട്ടുള്ളൊരു ഫോണാണ്. പിന്നെ നമുക്കിതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി, സൗണ്ട് കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ യാത്രകളിലൊക്കെ ഒരുപാട് വീഡിയോസും എല്ലാം കാണുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ എന്തായാലും ഒരു ക്വാളിറ്റി അത്യാവശ്യമാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് പ്ലേ ചെയ്യുന്നത്. നല്ല സൗണ്ട് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നല്ല ക്രിസ്റ്റൽ വോയിസും കാര്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ. അതുപോലെ സൗണ്ടും ഞങ്ങൾ പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അതിൻ്റെ സൗണ്ടും നല്ല സൗണ്ടിങ് കാര്യങ്ങളുമുള്ള സിസ്റ്റമാണ്. ഈ ഒരു സ്പീക്കേഴ്സൊക്കെ നല്ല ക്ലിയർ വോയിസും കാര്യങ്ങളാണ്. വീഡിയോ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്ലാരിറ്റി. ഈ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല സൈസുണ്ട്. അതുപോലെ നല്ലൊരു ക്ലാരിറ്റിയുള്ള വീഡിയോ ആണ്. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു ഫോണാണ്. ഓക്കെ, അപ്പോൾ നല്ല സൂപ്പർ ക്വാളിറ്റി സ്റ്റീരിയോ ആയിരുന്നല്ലേ. അപ്പോൾ ഈ റേറ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ 28,999 ഈ റേറ്റിൽ നല്ല ക്വാളിറ്റി ഫീച്ചേഴ്സും മെമ്മറീസ് ഡിസ്പ്ലേ ഒക്കെ ഉള്ള നല്ലൊരു ഫോണാണ് ഈ OnePlus Nord സീരീസ്. ഓക്കെ ഗായ്സ്, പ്ലീസ് സബ്സ്ക്രൈബ്.